പ്രൈസ് ലോർഡ്. നമ്മുടെ ക്ലാസ്സിൻ്റെ 14-ാമത്തെ സെഷനിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവ സാന്നിധ്യം, ദൈവകൃപയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അനുഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങൾക്കിടയായിട്ടുണ്ട് എന്ന സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ. ദൈവം നിങ്ങളുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ പ്രധാനമായും നാം ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും നാം കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി നാം പഠിച്ച പ്രധാനപ്പെട്ടതായ വിഷയം എന്ന് പറയുന്നത് ശിഷ്യത്വത്തിലേക്ക് ഒരാളെ സുവിശേഷം കേട്ട് സുവിശേഷം സ്വീകരിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വരുന്ന പുതിയതായിട്ടുള്ള ആളുകളെ എന്ന് മാത്രമല്ല, ശിഷ്യത്വ ഗണത്തിലേക്ക് നാം നയിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയതോ പഴയതോ ഒക്കെ ആയിട്ടുള്ള ആളുകളെ ചെറിയ ഗ്രൂപ്പുകളായും അവരുടെ ദൈവവചന അനുസരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഗ്രൂപ്പുകളായി അവരെ തിരിച്ച് അവരെ ദൈവവചനം പഠിപ്പിക്കേണ്ട പ്രധാന ശിഷ്യത്വത്തിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടി ദൈവവചനം പഠിപ്പിക്കേണ്ട പ്രധാന രീതികളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രധാനമായിട്ടും പഠിച്ചത്. അതിന് നാം പറഞ്ഞ ആ രീതിക്ക് പറഞ്ഞ പേര്, ഒന്ന് ഡിസ്കസ് ആൻഡ് ഡിസ്കവറി, ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കണ്ടുപിടിക്കുന്ന രീതിയും, രണ്ടാമതായി നാം പറഞ്ഞത് 3/3 പ്രോസസ്സ്, 3 ഘട്ടങ്ങളായി അവരെ ഓരോ പാഠ്യപദ്ധതികൾ പഠിപ്പിക്കുമ്പോഴും 3 വിഭാഗത്തിലാക്കി അവരെ പഠിപ്പിക്കുന്ന പ്രധാന രീതിയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ 3 പ്രധാന രീതികളെ സംബന്ധിച്ച് 1/3, 2/3, 3/3 ഇങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു. അത് അവസാനത്തേതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായും മുൻപോട്ട് നോക്കുക എന്ന ഭാഗമായിരുന്നു അത്. മുൻപോട്ട് നോക്കുക എന്ന ഭാഗമായിരുന്നു അത്. അതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ പറഞ്ഞത് സെറ്റിംഗ് ഗോളാണ്. ലക്ഷ്യം എഴുതുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞത് സെറ്റിംഗ് ഗോൾസ്, ലക്ഷ്യം ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ പ്രാക്ടീസ് എന്നുള്ള സെക്ഷൻ പറഞ്ഞു. അത് അത് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ വിഷൻ കാസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു. ദർശനം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നാലാമതായിട്ട് പ്രെയർ ആൻഡ് ഗോ ഫോർവേഡ് ടു അച്ചീവ് ദിസ് ഗോൾ. ഈ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് അന്യോന്യം എൻകറേജ് ചെയ്ത് അവസാനിപ്പിച്ച് പോകുക എന്ന് പറഞ്ഞു. ഇവിടെ ഈ സെറ്റിംഗ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെറ്റിംഗ് സ്കൂളിൽ 2 പ്രധാന ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, സുവിശേഷം പറയുന്നതിന് വേണ്ടി സുവിശേഷീകരണത്തിനുള്ള ഓരോ ആളുകളും, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകളും, നമ്മുടെ ചെറുകുരു സംഘങ്ങളിലെ ഓരോ ആളുകളും അവരവർ സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ഗോൾ സെറ്റ് ചെയ്യണം. എത്ര പേരെ ഈ ഒരാഴ്ചയിൽ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുൻപായിട്ട് എത്ര ആളുകളെ എന്ന് കൃത്യമായി മനസ്സിലാക്കി ആരോട് സുവിശേഷം പറയണം, എത്ര പേരോട് സുവിശേഷം പറയണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സുവിശേഷീകരണത്തിൻ്റെ സെറ്റിംഗ് ഗോൾ നാം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. 2, ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ സുവിശേഷം പറയുമ്പോൾ, അവർ ആദ്യമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആരും അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയില്ല. 2-3 മാസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ട്രെയിനിങ്ങിന് ആളുകളാകും. അങ്ങനെ അവർക്ക് ട്രെയിനിങ്ങിന് ആളുകളാകുന്നത് എന്ന് ചോദിച്ചാൽ, അവർ സുവിശേഷം പറഞ്ഞ കഴിഞ്ഞ ചില ആഴ്ചകളായി അവർ സുവിശേഷം പറഞ്ഞ ആളുകളിൽ ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരികയും അവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കേണ്ട ആവശ്യമുണ്ടാകുകയും ചെയ്യുമ്പോൾ അവരാണ് ഈ പറഞ്ഞ ആളുകളാണ്, ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകളുമാണ് അവർ സുവിശേഷത്തിലേക്ക് നയിച്ച ആളുകളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവരെയാണ് നാം ഉപയോഗിക്കേണ്ടത്, അവരെയാണ് മുൻപോട്ട് നാം നയിക്കേണ്ടത്.
അപ്പോൾ ആ സമയത്താണ് ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത്. ശിഷ്യത്വ ട്രെയിനിങ്ങിന് വേണ്ടി ആളുകളുടെ ഗോൾ സെറ്റ് ചെയ്യണം. എത്ര പേര് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. ട്രെയിൻ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പഠിപ്പിക്കാൻ. ഈ 3 തരത്തിൽ, ഈ 3 പ്രോസസ്സിൽ കൂടെ അവരെ ആദ്യ പാഠങ്ങൾ മുതൽ പഠിപ്പിച്ചെടുക്കണം. അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവരെയും ശിക്ഷത്വത്തിലേക്ക് നമുക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ 2 കാര്യങ്ങൾ, സെറ്റിംഗ്സ് കോളിൽ 2 കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതിന്, നാം ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നവർ ഈ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതിന് അവലംബിക്കേണ്ട ഒരു രീതിയുണ്ട്. അതെങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, എങ്ങനെ പ്രായോഗികമാക്കാം. അതിന് മോൾ എന്ന ഇംഗ്ലീഷ് അക്ഷരമാണ് അതിനെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. MAWL. എം എന്ന് പറഞ്ഞാൽ മോഡൽ, എ എന്ന് പറഞ്ഞാൽ അസിസ്റ്റ്, W പറഞ്ഞാൽ വാച്ച്, L പറയുന്നത് ലീവ്. പിന്നെ ഇതാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ടതായ ഭാഗം. ഈ 4 കാര്യങ്ങൾ. വാട്ട് ഈസ് മോൾ എന്നുള്ളതാണ്. മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ചോദ്യമല്ല. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മോൾ ടു ട്രെയിൻ അവർ പീപ്പിൾ ആസ് എ ഡിസൈപ്പിൾസ്. നമ്മുടെ കീഴിലുള്ള ആളുകളെ ശിഷ്യന്മാരാക്കാനും അവരിൽ കൂടെ അനേകരെ ശിഷ്യന്മാരാക്കാനും ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ്, ഒരു ടൂളാണ് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇതിനെ നമുക്ക് മാതൃക എന്ന മലയാളത്തിൽ മോഡൽ എന്ന് പറയുന്ന മാതൃകയാണ്. അസിസ്റ്റ് എന്ന് പറയുന്നത് സഹായം എന്ന് പറയുമ്പോൾ എന്തിനാണ് സഹായിക്കേണ്ടത്? താഴെ പറഞ്ഞ ആ 2 കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. വാച്ച് എന്ന് പറഞ്ഞാൽ വീക്ഷിക്കുക, അവരെ വീക്ഷിക്കുക, ശ്രദ്ധിക്കുക. ലീവ് സ്വതന്ത്രരായി വിടുക, വിട്ടയക്കുക എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതെന്താണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇനി ഒന്നാമത്തെ കാര്യം മാതൃക. ഇപ്പം അവര് ഈ പുതുതായിട്ട് നമ്മൾ സുവിശേഷം പറഞ്ഞ് കേട്ട് രക്ഷിക്കപ്പെട്ട് വന്ന ആളുകളെ നമ്മൾ ഇവിടെ ഈ പദ്ധതി പ്രകാരം, ഈ മോഡൽ പ്രകാരം, മോൾ എന്ന രീതിയിൽ കൂടെ നമ്മൾ അവരെ പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവർ ശിഷ്യത്വത്തിലേക്കും അവരിൽ കൂടെ ശിഷ്യത്വവും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മോൾ എന്ന് പറയുന്ന സ്ട്രാറ്റജി, ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ശിഷ്യത്വത്തിലേക്കും അവരിൽ കൂടെ ശിഷ്യത്വവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് അവർ ശിഷ്യരാകുകയും, ഒരു ചെയിൻ ആണെന്ന് കൂട്ടിക്കുക, ഒരു ചെയിൻ. അവർ ശിഷ്യരാകുകയും അവരിൽ കൂടെ അടുത്ത ഒരു കണ്ണി ശിഷ്യത്വത്തിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതാണ് ഈ മോൾ എന്ന പദ്ധതിയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെയും അവരിൽ കൂടെ ഈ ശിഷ്യത്വത്തിൻ്റെ ചെയിൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതിന് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യണം, നമ്മൾ അതിന് തയ്യാറാകണം. നമ്മൾ അതിലേക്ക് കൊണ്ടുപോകാൻ ഓരോ തലമുറകളെന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവന്നവരാണ് നമ്മുടെ തലമുറകൾ. അവർ സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവരുന്നവർ അവരുടെ തലമുറകളാണ്. അപ്പം നമ്മുടെ തലമുറ ഒന്നാമത്തെ ജനറേഷൻ, നമ്മൾ കൊണ്ടുവന്നവർ 2ാമത്തെ ജനറേഷൻ, അവർ കൊണ്ടുവന്നവർ 3ാമത്തെ ജനറേഷൻ. ഇനി അവരെയും കൂടെ നമ്മൾ പഠിപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ 4ാമത്തെ ജനറേഷൻ. അങ്ങനെ തലമുറകളായി ആത്മീയപരമായി തലമുറകളായി ദൈവ വചനത്തിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിന് സാധിക്കും. അതായിരുന്നു നമ്മൾ ആദ്യത്തെ ശിഷ്യത്തിൻ്റെ ഒരു കണക്ക് പരിശോധിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പം, ഒരാളെ ശിഷ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ എത്ര വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗോള്, ലക്ഷ്യം, ദർശനം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് എഴുതാൻ ഞാൻ പറഞ്ഞത് ഈ നിലയിലായിരുന്നു അത് വർക്ക് ചെയ്യുന്നത്. അപ്പം അവർക്ക് മാതൃക എന്ന് പറയുന്നത് സുവിശേഷം എങ്ങനെ പങ്കുവയ്ക്കാം
എന്നുള്ളതിന് മാതൃകയാണ്. അവിടെ ചെന്ന അവരോട് സുവിശേഷം പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മൾ സുവിശേഷം പറഞ്ഞ് കേട്ട ആളുകളാണല്ലോ നമ്മുടെ ഗ്രൂപ്പുകളിലുള്ളത്. നമ്മുടെ ഗ്രൂപ്പുകളിൽ അങ്ങനത്തെ ആളുകളാവണം ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അവരുടെ മുൻപിൽ മാതൃകയായിട്ട് കാണിക്കാനായിട്ട് പറ്റാതെ വരും. നമ്മൾ സുവിശേഷം പറയുന്നതിൻ്റെ ഒരു മാതൃക അവരുടെ പക്കൽ ഉണ്ടാവണം, അവർ കാണണം. മാത്രമല്ല, സുവിശേഷീകരണത്തിന് മാതൃകയായിരിക്കണം. മാതൃകയും ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം നാം അവരെ സഹായിക്കേണ്ടത് സുവിശേഷീകരണത്തിനായിട്ടും ശിഷ്യത്വ ട്രെയിനിങ്ങിന് വേണ്ടിയുമായിരിക്കണം. ശിഷ്യത്വ പരിശീലനം. ഈ രണ്ട് കാര്യങ്ങളിലാണ് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഒന്നും നമ്മൾ മാതൃക മോഡലായിരിക്കേണ്ടത് സുവിശേഷീകരണത്തിന്. അതായത് ഇതിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 4-5 ആളുകളുടെ, അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന, ദർശനം വെക്കുന്ന ആളുകളുടെ പേരെഴുതാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇവർ പേരെഴുതിയ 1, 2, 3, 4, 5 ആളുകളുണ്ട്. അപ്പോൾ അവരുടെ പേരുണ്ട്. നമ്മൾ അവരോട്, ഇദ്ദേഹത്തോട് ഓരോ ക്ലാസ്സുകളിലും നമ്മൾ ആവശ്യപ്പെടുന്നത്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിച്ചു. ആദ്യം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. അവർ ലക്ഷ്യമിടുന്ന 5 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ അടുത്ത ഓരോ ക്ലാസ്സിലും നമ്മൾ ചോദിക്കുന്നത്, സെറ്റിംഗ് കോൾസിൽ നമ്മൾ ചോദിക്കുന്നത്, അവരിൽ എത്ര പേരോട് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് സുവിശേഷം പറയണം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആത്മീയ പ്രേരണ. അപ്പം ഇയാളോട് സുവിശേഷം പറയണം എന്ന് ആണ് അദ്ദേഹം ഗോൾ സെറ്റ് ചെയ്തതെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ ഒരു പക്ഷേങ്കിൽ അദ്ദേഹത്തിന് ആദ്യത്തെ സമയമായതുകൊണ്ട്, ആദ്യത്തെ ട്രിപ്പായതുകൊണ്ട്, ആദ്യത്തെ പ്രവർത്തനമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേങ്കിൽ സാധിച്ചു എന്ന് തുടക്കം തന്നെത്താനെ പോകാനോ, സെൽഫ് ഇനിഷ്യേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഭയം കൊണ്ട് എങ്ങനെ ഞാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും, എനിക്കത് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടോ ഭയം കൊണ്ടോ ഒക്കെ സെൽഫ് ഇനിഷ്യേറ്റീവ് ചെയ്യാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആസ് എ ലീഡർ, നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മീകപരമായ നേതൃത്വം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് പറയണം, പിറ്റേ ദിവസം ആരുടെ അടുത്താണ് പോകണ്ടേ, തന്നെ പോകുമോ, ബ്രദർ തന്നെ അല്ലെങ്കിൽ സിസ്റ്റർ തന്നെ പോകുമോ, എൻ്റെ എന്തെങ്കിലും സഹായം വേണോ, ഞാൻ വരണോ കൂടെ, ഞാൻ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യണോ, അതോ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ, എൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പം അവർ പറയാണ്, എനിക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല. അപ്പം നമ്മൾ അവർക്ക് മോഡലാവണം. ഇവിടെ അവർ പറയാണ്, നമ്മൾ മോഡൽ എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടതെന്ന് പിന്നെയും അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടതെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളോടൊരു അസൈൻമെൻറ്റ് എഴുതാനായിട്ട് പറഞ്ഞത്. അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, അടക്കത്തെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച് പറയുന്ന പ്രധാന വേദഭാഗങ്ങൾ നിങ്ങൾ തന്നെ പഠിച്ച് കണ്ടെത്തി 2, 3, 4 പ്രാവശ്യം ആ വേദഭാഗങ്ങൾ വായിച്ചിട്ട് യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതിൻ്റെ പ്രാധാന്യതയും എന്തിനു വേണ്ടിയായിരുന്നു എന്നും ആളുകളോട് കൃത്യമായി പറയത്തക്കവണ്ണം നിങ്ങളത് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തന്നു. 4 സുവിശേഷങ്ങളുടെ 4 പ്രധാന പോയിന്റുകൾ എങ്ങനെ കണ്ടെത്തി പഠിക്കണം എന്നതിനെക്കുറിച്ചായിരുന്നു. മുഖാമുഖമായി നിങ്ങളുമായി ബന്ധപ്പെടാനോ നിങ്ങളോട് ഒരുമിച്ച് സമയം ചെലവഴിക്കാനോ കഴിയാഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതൊരു അസൈൻമെൻ്റായിട്ട് തരികയായിരുന്നു. ആ അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എത്രയും വേഗത്തിൽ ചെയ്തു തീർക്കാത്തവർ ചെയ്തു തീർക്കുകയും നിങ്ങൾ ഈ മാതൃക എന്താണെന്ന്, സുവിശേഷീകരണം സുവിശേഷം എങ്ങനെയാണ് പറയേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അപ്പം ഇവിടെ നിങ്ങൾ സുവിശേഷം പറയുകയാണ് ചെയ്തത്. ഇനിയും ഈ ക്ലാസ്സിലെ ഒരു അസൈൻമെൻറ്റും കൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആ ഹോംവർക്ക് ചെയ്തതിന് ശേഷം, നിങ്ങൾ ആ ഹോംവർക്ക് എഴുതി അയക്കണം. അതിനുശേഷം ഈ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗോസ്പൽ പ്രസൻറ്റേഷൻ, നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞു നേരത്തെ, പക്ഷേ ഈ 4 ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗോസ്പൽ പ്രസൻറ്റേഷൻ, ഒരു 10 മിനിറ്റ് അകത്ത് നിൽക്കുന്ന
10 മിനിറ്റിനകത്ത് നിൽക്കുന്ന ഒരു ഗോസ്പൽ പ്രസൻറ്റേഷൻ. 10 മിനിറ്റിനകത്ത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വരണം, അകത്ത് വരേണ്ട കാര്യങ്ങൾ 4 പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, അടക്കത്തെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച്, ആ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് കൂടെ പറയുന്ന ഒരു സുവിശേഷീകരണത്തിൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾ അയച്ചു തരണം എന്ന്, ഓഡിയോ ആയിട്ട് അയച്ചു തരണം എന്നും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. 10 മിനിറ്റിൻ്റെ അകത്ത് നിൽക്കണം. 10 മിനിറ്റിൻ്റെ അകത്ത് എത്രയും ചുരുക്കാമോ, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും പോകാതെ നിങ്ങളതിനെ ചുരുക്കി വ്യക്തമാക്കി അത് മറ്റൊരാളോട്, വെളിയിലുള്ള ഒരാളോട്, നിങ്ങൾ സഭയ്ക്കകത്ത് പറയുന്ന രീതിയിലല്ല, രക്ഷിക്കപ്പെടാത്ത ഒരാളോട് എങ്ങനെ സുവിശേഷം പറയുന്ന രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്ത് അയച്ചു തരണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അത് നമ്മുടെ പാർട്ട് 14 അസൈൻമെൻ്റ് ആണ്. അത് പക്ഷേ നിങ്ങളുടെ അസൈൻമെൻറ്റ് തീർന്നതിന് ശേഷം ആ അസൈൻമെൻറ്റ് തരണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ആ അസൈൻമെൻറ്റിനും പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാർക്ക് ഫൈനൽ ഗ്രേഡിലെ മാർക്കിൽ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട അസൈൻമെൻറ്റുകളിൽ ഒന്നും കൂടെ ആയിരിക്കും ഈ പറഞ്ഞ അസൈൻമെൻറ്റ്. അപ്പോൾ മോഡലാകുക, സുവിശേഷം എങ്ങനെ പറയേണ്ടത്, അവരെ കൂട്ടിക്കൊണ്ട് പോകുക വീട്ടിലേക്ക്, അവരുടെ ഒപ്പം പോകുക, എന്നിട്ട് അവരോട് പറയുക, അവർ പറയാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണ് നിങ്ങൾ സുവിശേഷം മറ്റൊരുമായിട്ട് പങ്കുവയ്ക്കുക. ഇന്നയാൾ ആണ് എന്നെ വിളിച്ചത്, കൂടെ വരാനായിട്ട് വിളിച്ചത്, നിങ്ങളോട് കാണാൻ പറ്റിയതിൽ സന്തോഷം, ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുമായിട്ട് അല്പസമയം ദൈവവചനം പങ്കുവയ്ക്കുക, ദൈവവചനം യേശുവിനെക്കുറിച്ച് പറയുക എന്നതിന് വേണ്ടിയാണ്. ഞാൻ യേശുവിനെക്കുറിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് യേശുവിനെക്കുറിച്ച് പറയാൻ തുടങ്ങുക, സുവിശേഷം പങ്കുവയ്ക്കുക. അപ്പോൾ ആ പങ്കുവയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ശിക്ഷണത്തിലേക്ക് നിങ്ങൾ നയിക്കുന്ന ആളോട് പറയണം, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ സുവിശേഷം എങ്ങനെയാണ് ഞാൻ പങ്കുവെച്ചതെന്ന് കേൾക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യണം. മനസ്സിൽ കേൾക്കുകയും ആ സുവിശേഷം അദ്ദേഹത്തിൻ്റെ കേൾവിക്കാരൻ്റെ ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുകയും അതേ സമയത്ത് തന്നെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ സുവിശേഷം കേൾക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ സുവിശേഷപരമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്, ഇതുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് ഈ ഒന്നാമത്തെ പോയിന്റ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ മോഡലാകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെയും അദ്ദേഹം പറയുകയാണ്, എനിക്ക് അത്രയും പോരാ. രണ്ടാമത്തെ ആളുടെ അടുത്ത് പോകുന്ന സന്ദർഭത്തിലും അദ്ദേഹം പറയുകയാണ്, എനിക്ക് അത്രയും പോരാ, എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല സുവിശേഷം പറയാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ പറയുക. അവിടെയാണ് നമ്മൾ അസിസ്റ്റ് എന്ന് പറയുന്ന ആ ഭാഗം ഉപയോഗിക്കുന്നത്, അസിസ്റ്റ്. അപ്പം അസിസ്റ്റ് എന്നാൽ സഹായം. നമ്മൾ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞു തുടങ്ങുക, നിങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾ പറഞ്ഞു തുടങ്ങുക. അപ്പം അതിനകത്ത് നിങ്ങൾ പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, സഹായിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, സുവിശേഷം കംപ്ലീറ്റ് ആയില്ല, സുവിശേഷത്തിൻ്റെ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആയില്ല എന്ന് തോന്നുന്ന പക്ഷം അവിടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അവരുടെ കൂടെ പോയപ്പോൾ നമ്മളാണ് ഗോസ്പൽ പ്രസൻറ്റ് ചെയ്തത്. രണ്ടാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യമോ, ഇതിന് ചിലപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ചിലപ്പോൾ ഇത് 2-3 പ്രാവശ്യം നമ്മൾ ഈ മോഡൽ ചിലരെ കാണിച്ചു കൊടുക്കേണ്ടവർ വരും. ചിലർക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് മോഡൽ അവർ പഠിക്കും. ചിലർക്ക് 2-3 പ്രാവശ്യം നമ്മൾ മോഡലായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. ചിലർക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് നടക്കും. അപ്പം അസിസ്റ്റും അതുപോലെ തന്നെയാണ്. 1-2 നമുക്ക് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ 2-3 പ്രാവശ്യം ചിലരെ അസിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലരെ ഒറ്റ പ്രാവശ്യം അസിസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അടുത്ത പ്രാവശ്യം പക്ഷേ നമ്മൾ ഇതിലേക്ക് അവരെ നയിക്കണം. അസിസ്റ്റ് ചെയ്യുന്ന അവർ പറയുകയും അവർ ഇനിഷ്യേറ്റ് ചെയ്യുകയും നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പം അവർ പറഞ്ഞ സുവിശേഷീകരണത്തിൻ്റെ ഭാഗങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ നമ്മളവരെ അതിൽ സഹായിക്കുക. അവർ പറഞ്ഞ് നിർത്തിയതിന് ശേഷം കുറച്ചുകൂടെ ഞാൻ കൂടുതൽ എനിക്ക് അല്പം കൂടെ സംസാരിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഭാഗം അവരോടൊപ്പം പോവുകയും മൂന്നാമത്തെ കാര്യങ്ങൾ അവരോടൊപ്പം പോവുകയും അവർ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് ഇത്യാദി കാര്യങ്ങൾ നമ്മളവരെ ആ ശിക്ഷനെ വാച്ച് ചെയ്യുകയും അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ദൗത്യം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കറക്ഷനും നിർദ്ദേശങ്ങളും നമ്മൾക്ക് കൊടുക്കേണ്ട സന്ദർഭം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീക്ഷണം കൃത്യമായി അവരെ സൗമ്യതയോടും സാവധാനതയോടും പ്രബോധനത്തോടും സ്നേഹത്തോടും കൂടെ
പറഞ്ഞ് മനസ്സിലാക്കി അവരെ വാച്ച് ചെയ്യുകയും അവരെ കറക്ഷനിലേക്ക് കൊണ്ടുവരികയും അവർ എന്തെല്ലാം നിലകളിൽ അവർക്ക് വ്യത്യാസങ്ങളും മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നത് കറക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തന്നെ വാച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ അടുത്തോട്ട് നമ്മൾ അവരുടെ കൂടെ പോകുമ്പം അതേ വാച്ച് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആളത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ വരേണ്ട സഹായമില്ല, യു ഗോ എലോൺ, നിങ്ങൾ തന്നെ പോകുമോ, അദ്ദേഹത്തെ ലീവ് ചെയ്യണം, തന്നെ അദ്ദേഹത്തെ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിക്കൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് മറ്റേ ആളുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറ്റേ ആളുകളെ ശിഷ്യത്വത്തിലേക്കും ശിഷ്യത്വത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിലേക്കും നയിക്കുന്നതിനും കഴിയാതെ പോകും. അതാണ് കൂടുതലും സഭകൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ചിലരെ മാത്രം ഫോക്കസ് ചെയ്ത് ആളുകൾ ലീഡർഷിപ്പ് നിൽക്കുന്നത് കാരണം മറ്റേ ആളുകളിലേക്ക് ശ്രദ്ധ തിരിക്കാനും അവരെ വളർച്ചയിലേക്ക് നയിക്കാനും സഭകൾക്ക് കഴിയാതെ പോയിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ അവരെ ലീവ് ചെയ്യുക. ലീവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പോകൂ, തന്നെ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന കൂടെയുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുന്ന സന്ദർഭത്തിൽ ഞാൻ വന്നേക്കാം, എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാം, പക്ഷേ നിങ്ങൾ തന്നെ പോകുക, തന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് അവരെ തന്നെ പോയി ചെയ്യാൻ വേണ്ടി അവരെ വിട്ടയക്കുക. അവരെ വിട്ടെങ്കിൽ മാത്രമേ അവർ ശിഷ്യത്വത്തിൽ കൂടെ നേതൃത്വത്തിലേക്ക് എന്ന വാക്ക് മനഃപൂർവ്വം ശ്രദ്ധയോടെ ഞാൻ ഉപയോഗിച്ചതാണ്. നേതൃത്വത്തിലേക്ക് വരേണ്ടത് മുഴുവൻ ശിഷ്യത്വത്തിൽ കൂടെ നേതൃത്വത്തിലേക്കാണ് വരേണ്ടത്. ശിഷ്യത്വത്തിൽ കൂടെ അല്ലാതെ നേതൃത്വത്തിലേക്ക് വന്നാൽ സംഭവിക്കാവുന്നത് രാഷ്ട്രീയമായിരിക്കും സഭയ്ക്കകത്ത്. അത് നമ്മുടെ ചർച്ചകളുടെ അകത്ത് രാഷ്ട്രീയം കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ശിഷ്യത്വത്തിൽ കൂടെ അല്ലാതെ നേതൃത്വത്തിലേക്ക് ആളുകൾ വന്നു എന്നുള്ളതുകൊണ്ടാണ്. നേതൃത്വത്തിലിരിക്കുന്ന പലർക്കും സുവിശേഷം പറയാൻ അറിഞ്ഞുകൂടാ എന്ന് ഞാൻ സുവിശേഷീകരണത്തിൽ പങ്കാളികളെ അല്ല. അവർ വലിയ വലിയ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും സുവിശേഷീകരണത്തിൽ അവർ പങ്കാളികളല്ല. അതിൻ്റെ കാരണം അവർ ശിഷ്യത്വത്തിൽ കൂടെ അല്ല വളർന്നത്, നേതൃത്വത്തിൽ വന്നത് എന്നതാണ് പ്രധാനപ്പെട്ട. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളൊരു ചർച്ച് പ്ലാന്ററാണെങ്കിൽ, നിങ്ങളൊരു ചെറിയ കൂട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ശിഷ്യത്വത്തിൽ കൂടെ അല്ലാത്ത ഒരാളെ ആത്മീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അദ്ദേഹം നിങ്ങൾക്കൊരു രാഷ്ട്രീയ എതിരാളിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നും കൂടെ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ തുടങ്ങുന്ന ചർച്ച്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നിങ്ങളിൽ തുടങ്ങി നിങ്ങളുടെ ശിഷ്യത്വത്തിൻ്റെ വളർച്ചയിൽ കൂടെ വന്ന ആയിരിക്കുമെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് അവർക്ക് മാതൃക, നിങ്ങളാണ് അവരുടെ നേതൃത്വം, ആത്മീയ നേതൃത്വം. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അവർ ചെയ്യാനും സ്നേഹത്തോടെ ചെയ്യാനും നിങ്ങളുടെ ദർശനത്തോട് ചേർന്ന് നിൽക്കാനും ഈ ആളുകൾക്ക് സാധിക്കും എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകളെ പിന്നെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക. പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സഭാ വളർച്ചയ്ക്ക് വേണ്ടി, പുതിയ സെൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒക്കെ അവരെ വിട്ടയക്കുക. ഇപ്പോൾ സുവിശേഷീകരണം സംബന്ധിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ശിഷ്യത്വ പരിശീലനം സംബന്ധിച്ചും നമ്മൾക്ക് ഈ മാതൃകകൾ തന്നെയാണ്, ഈ പറഞ്ഞ മോഡൽ അസിസ്റ്റ് വാച്ച് ലീവ് എന്ന് പറയുന്ന ഈ തത്വങ്ങൾ തന്നെയാണ് ശിഷ്യത്വത്തിൻ്റെ മാതൃകയ്ക്ക് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, കാരണം സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 30 മിനിറ്റിൽ കൂടുതലുള്ള ക്ലാസ്സുകൾ വന്നാലുള്ളൊരു പ്രശ്നം, പ്രായോഗിക പ്രശ്നം, അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രയാസമുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് 30 മിനിറ്റിനകത്ത് നിർത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെയും ഏറ്റവും ഇപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പ് അവർ പോയി സുവിശേഷം പറഞ്ഞ് വന്ന 3 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായി എന്നിരിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ആദ്യം മോഡലാവണം. ഈ ഗ്രൂപ്പിൽ ചെന്നിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ആദ്യത്തെ ലെസൻ്റെ ലെസൺ അവതരിപ്പിക്കുന്നത് നിങ്ങളാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എന്ന് പറയരുത്. അത് ഈ ആളോട് ആരാണോ അത് 1:3 എന്ന് നമുക്ക് എഴുതാം. ഇദ്ദേഹമാണ് ഇദ്ദേഹത്തെ 1:3. ഇദ്ദേഹമാണ് ഈ 3 പേരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് എപ്പോഴും ഇവരുടെ സ്പിരിച്വൽ ലീഡർഷിപ്പ്, ഈ 3 പേരുടെ സ്പിരിച്വൽ ലീഡർഷിപ്പ് ഇദ്ദേഹത്തിന് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ലീഡർഷിപ്പ് നിങ്ങൾക്കാണ്. ഇദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ലീഡർഷിപ്പ് നിങ്ങൾക്കാണ്. കാരണം നിങ്ങളാണ് അദ്ദേഹത്തെ സുവിശേഷത്തിലേക്കും രക്ഷയിലേക്കും കൊണ്ടുവന്നത്. നിങ്ങളുടെ ലീഡർഷിപ്പിൽ
ലീഡർഷിപ്പ് കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ വന്നയാൾ ഈ 3 പേരെ കൊണ്ടുവന്നിരിക്കും. അപ്പം അവരെ നിങ്ങൾ എപ്രകാരം 3/3 പ്രോസസ്സിൽ കൂടെ നിങ്ങൾ എപ്രകാരം അവരെ ശിഷ്യത്വത്തിലേക്ക് നയിച്ചോ, അതുപോലെ തന്നെ ഈ 3 പേരെയും ഇദ്ദേഹം ശിഷ്യത്വത്തിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടി ആദ്യം നിങ്ങളൊരു മോഡലാവാം. എന്തൊക്കെ കാര്യമാണ് ഓരോ ഘട്ടങ്ങളിലും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഒന്നുകൂടെ അവർക്കും മാതൃകയാക്കി കൊടുക്കാം. അതിനുശേഷം ഈ 3 ഭാഗങ്ങൾ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിന് നിങ്ങൾ മോഡലാകുക. അതിനുശേഷം ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുക. ഗ്രൂപ്പിൽ തന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇദ്ദേഹത്തോട് പറയുക, ഇയാളോട് പറയുക, അദ്ദേഹം ചെയ്യേണ്ടതിന് വേണ്ടി പറയുക, കാര്യങ്ങൾ ചെയ്യാൻ പറയുക. ഏതെങ്കിലും ഒന്നാമത്തെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകൾ വന്നെങ്കിൽ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വന്നാൽ നിങ്ങൾ ആ സമയം എനിക്ക് ഒരു ഭാഗം കൂടെ എനിക്ക് ചേർത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഫില്ല് ചെയ്യാനുള്ളത്, അപ്പം അദ്ദേഹം വിട്ടുപോയത് അസിസ്റ്റ് ചെയ്ത് സഹായിച്ച് അദ്ദേഹം ഈ ഭാഗം നന്നായിട്ട് അവതരിപ്പിച്ച് തീർക്കാൻ വേണ്ടി സഹായിക്കുക. 2ാമത്തെ ഭാഗത്തിലും അങ്ങനെ തന്നെ ചെയ്യുക. 3ാമത്തെ ഭാഗത്തിലും അങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം പിന്നെയും ആ ഗ്രൂപ്പിൽ വേണമെങ്കിൽ നമുക്ക് പോയിരുന്ന് ആ ഗ്രൂപ്പ് എങ്ങനെ പോകുന്നു, എങ്ങനെ ഈ 3 കാര്യങ്ങൾ അവർ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് നോക്കാം. അത് നന്നായി നാം പ്രതീക്ഷിക്കുന്നത് പോലെ നന്നായി പോകുന്നു എന്ന് നമുക്ക് തോന്നുന്ന പക്ഷം ഈ ഗ്രൂപ്പിൽ അദ്ദേഹം പിന്നെ നമ്മൾ ചെല്ലേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തെ ലീവ് ചെയ്യുക, അദ്ദേഹത്തെ വിടുക. തന്നെത്താനെ അവിടെ മീറ്റിങ്ങുകൾ പോയി അവിടെ കാര്യങ്ങൾ നടത്തിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ ചെയ്യാവുന്നത്, അങ്ങനെ എത്ര ലീഡേഴ്സ്, ഇങ്ങനെ എത്ര ആളുകൾ നിങ്ങൾ മുഖാന്തരം, ഇപ്പോൾ ഇവിടെ 1:3 വന്നില്ലേ, അതുപോലെ നിങ്ങളൊന്ന് ഒന്നും നിങ്ങളിൽ കൂടെ എത്ര പേർ അങ്ങനെ ചെറിയ ലീഡർഷിപ്പിലേക്ക് എത്ര പേർ വരുന്നു, അത്രയും ആളുകളെ മാത്രം ക്രമേണ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അവരെ പഠിപ്പിക്കുക, ഇവരെ പഠിപ്പിക്കുക, അവരുടെ ഗ്രൂപ്പിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യത്തക്കവണ്ണം അവരെ പഠിപ്പിക്കുക. അങ്ങനെ അവരെ പഠിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് നമുക്ക് പിന്നീട് ലീഡർഷിപ്പിനെ മാത്രം നമുക്ക് ഒരു 10 ഗ്രൂപ്പുകൾ, അങ്ങനെ 10 പേർ സുവിശേഷീകരണത്തിൽ അങ്ങനെ മുമ്പോട്ട് പോവുകയും നമ്മുടെ കീഴിൽ നിന്ന് അവർ ചെറിയ ചെറിയ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പുകളെ നന്നായി നയിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരുമ്പോൾ പിന്നെ നമ്മൾ ആ 10 പേരെ വിളിച്ചുകൂട്ടി അവരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുകയും അവരിൽ കൂടെ കൂടുതൽ കാര്യങ്ങൾ അവർ നേതൃത്വം കൊടുക്കുന്ന ആത്മീയ സ്മോൾ ഗ്രൂപ്പുകളിലേക്ക് പകരപ്പെടേണ്ടതിന് നമ്മൾ അവരെ പഠിപ്പിക്കുകയും തയ്യാറാക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു സന്ദർഭത്തിൽ നമ്മൾ അവരെ വിട്ടയക്കണം എന്നത് പ്രധാനപ്പെട്ടതായ കാര്യമാണ്. വിട്ടയച്ചില്ലെങ്കിൽ അവർ ആത്മീയ ശുശ്രൂഷകളുടെ നേതൃത്വത്തിലേക്ക് വരികയും, ഒരു പക്ഷേ സൈക്ലിംഗ് നിങ്ങൾ പഠിച്ചപ്പോഴോ അല്ല നിങ്ങളുടെ കുട്ടികളെ പഠിച്ചപ്പോഴോ ഉള്ള കാര്യം ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. സൈക്കിളിൽ കയറിയിരുന്നപ്പം നിങ്ങൾക്ക് വീഴുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങൾ ഹാൻഡിലെ പിടിച്ചിരുന്നപ്പം സൈക്കിളിൻ്റെ പുറകിലും ഹാൻഡിലും അവർ ആദ്യം പിടിച്ചു. ആദ്യം അവർ ചവിട്ടുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ സൈക്കിളിൽ ചവിട്ടുന്നത്. നമുക്ക് അവരുടെ മോഡൽ നമ്മൾ കണ്ടു. പിന്നെ അവർ നമ്മളെ അസിസ്റ്റ് ചെയ്തു, നമുക്ക് പിടിച്ചു വന്ന് കുറച്ച് നേരം നമ്മൾ ഒന്നിക്കൊണ്ട് കുറേ വഴികൾ വരെ പോയി. പിന്നെ അവർ പതുക്കെ നമ്മൾ അങ്ങനെ പിടിച്ചുന്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നന്നായി പോകുന്നു, നന്നായി ചവിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായതോടുകൂടെ പതുക്കെ അവർ കൈ വിട്ടിട്ട് നമ്മുടെ ഒപ്പം ഓടാൻ വേണ്ടി തുടങ്ങി. ഓർത്ത് നോക്കി അല്ലേ, കൈ വിട്ടിട്ട് പിന്നെ ഇപ്പോൾ അവർ പിടിക്കുന്നില്ല, 2 കൈയും വിട്ടിട്ട് പക്ഷേ നമ്മുടെ ഒപ്പം ഓടുന്നുണ്ട്. എപ്പോഴെങ്കിലും സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ അവർ നിങ്ങളുടെ ശ്രദ്ധയോടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം, കുറേ സമയങ്ങൾ കഴിഞ്ഞപ്പം അല്ലെങ്കിൽ കുറേ പ്രാവശ്യം കഴിഞ്ഞപ്പം അവർ നിങ്ങളെ പതുക്കെ പൊക്കോ മുമ്പോട്ട് പൊക്കോ, ഞാൻ ഒപ്പം ഉണ്ടെന്നും പറഞ്ഞ് അല്ല ഞാൻ പുറകിലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ മുമ്പോട്ട് വിട്ടു. അവർ സൈക്കിൾ ചവിട്ടി. ചിലപ്പോൾ അവർ പോയ വഴിക്ക് വീണിട്ടുണ്ടാവും, പക്ഷെ വീണപ്പോഴും നമ്മൾ ഓടിച്ചെന്ന് അവരെ അസിസ്റ്റ് ചെയ്തു, സഹായിച്ചു. പിന്നെയും മുമ്പോട്ട് പോകാനുള്ള എൻകറേജ്മെൻ്റ് അവർക്ക് കൊടുത്തു. അപ്പോൾ സൈക്ലിംഗ് ഓർത്താൽ മതി, നിങ്ങളുടെ ശിഷ്യത്വത്തിലുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർ വീഴുമെന്ന് ഓർത്ത് നിങ്ങൾ അവരെ വിടാതിരിക്കരുത്. അവർ വീഴട്ടെ, വീണാൽ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അവരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായാലും കുറവുകൾ സംഭവിച്ചാലും പിന്നെയും അവരെ മോൾഡ് ചെയ്ത് അവരെ അതിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള പ്രചോദനമാണ് ദൈവദാസന്മാരായ ആത്മീയ ശുശ്രൂഷക്കാരായ നാം
കൊടുക്കേണ്ടത് എന്നും കൂടെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന തുടരുക. അവരോട് സുവിശേഷം പറയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആത്മാവിൽ ഒരു പ്രേരണ നിങ്ങൾക്ക് ഈ ആഴ്ചകളിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലേക്ക് സുവിശേഷം പറയാൻ വേണ്ടി പോകാൻ ഗോൾ സെറ്റ് ചെയ്യുക. എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടതെന്ന് പ്രാക്ടീസ് ചെയ്യുക. ദർശനം ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുക. അതിനുശേഷം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടെ അവരെ കണ്ട് സുവിശേഷം പങ്കുവയ്ക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ.